ഹായ്, നമസ്കാരം. വീണ്ടും നമുക്ക് ഗാസ പ്രശ്നം ഒന്ന് ചർച്ച ചെയ്യാം. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പ്രശ്നം ഉണ്ടായ സമയത്ത് എൻ്റെ ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞ കാര്യം നിങ്ങളിൽ ചിലർക്കെങ്കിലും ഓർമ്മ കാണും. ഞാൻ പറഞ്ഞ ഇതാണ്: നമ്മുടെ നാട്ടിലെ പല മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നത് പോലെ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പ്രശ്നം ഒരു ജൂത മുസ്ലിം വിഷയമല്ല. എന്നാൽ അതിനങ്ങനെ ഒരു നിറം കൊടുക്കാനായിട്ട് ഒരുപാട് ചാനലുകൾ, പ്രത്യേകിച്ച് ചില ക്രിസ്ത്യൻ മതവിശ്വാസികൾ നടത്തുന്ന ചാനലുകൾ ശ്രമിച്ചു. അവർ വേദപുസ്തകമൊക്കെ എടുത്തു വെച്ച് അതിൽ നിന്ന് ചില വാക്യങ്ങളൊക്കെ ഉദ്ധരിച്ച് ഇത് പ്രവചനമനുസരിച്ച് നടക്കുന്ന യുദ്ധമാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇവരെല്ലാവരും വിഡ്ഢികളാക്കപ്പെടുകയാണ്. യാഥാർത്ഥ്യം ശരിക്ക് മനസ്സിലാക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് പറ്റിപ്പോകുന്ന കുഴപ്പമാണ്. ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇത് ഒരിക്കലും ഒരു മതവിഷയമല്ല. ഇത് ചില മാഫിയകൾ അവരുടെ ചില താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു യുദ്ധനാടകമാണ്. ഞാനിതും പറഞ്ഞിരുന്നു. ഹമാസ് ഇസ്രായേലിൻ്റെ ശത്രുക്കളല്ല, മറിച്ച് അവർ ഇസ്രായേലിൻ്റെ മിത്രങ്ങളാണ്. ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടിയാണ് ഹമാസ് ഗാസയിൽ നിന്നും ഇസ്രായേലിലേക്ക് കടന്നു കയറി ഒക്ടോബർ 7 ഒരു കൂട്ടക്കൊല നടത്തി കുറേ ആൾക്കാരെ പിടിച്ചുകൊണ്ടുപോയത്. ഒരിക്കലും പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാകാൻ വേണ്ടിയല്ല ഹമാസ് അത് ചെയ്തത്, മറിച്ച് ഇസ്രായേലിന് ഗാസയിലേക്ക് കയറിക്കൂടാനുള്ള ഒരു വഴി തുറന്നു കൊടുക്കുകയായിരുന്നു. ഞാൻ എൻ്റെ നിരവധി വീഡിയോകളിൽ നിങ്ങൾക്ക് തെളിവ് വരെ തന്നിട്ടുണ്ട്. ഹമാസിന് ഫണ്ട് ചെയ്തിരുന്നത് ഇസ്രായേലും ഖത്തറും അമേരിക്കയും ഒക്കെ ചേർന്നാണ്. ഹമാസിനെ അവരുടെ നിർത്തിയിരുന്നത് അവരുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒരിക്കലും സ്വതന്ത്ര പലസ്തീൻ ഉണ്ടാകാതെ ഇരിക്കുക എന്നതാണ് ഹമാസിൻ്റെ ലക്ഷ്യം. എന്നാൽ അവർ പുറമേ കാണിക്കുന്നത് തങ്ങൾ സ്വതന്ത്ര പലസ്തീനു വേണ്ടി നിലപാടെടുക്കുന്നതെന്നാണ്. ഇങ്ങനെയാണ് ഇവർ ജനങ്ങളെ ചതിക്കുന്നത്. അപ്പോൾ ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞ, അതായത് ഇസ്രായേൽ ഗാസയിലേക്ക് കയറിക്കൂടിയത് ഞങ്ങൾ ഹമാസിനെ ഇല്ലാതാക്കുമെന്നും അതുപോലെ തന്നെ പിടിച്ചുകൊണ്ടുപോയ ബന്ദികളെ എല്ലാവരെയും തിരിച്ചുകൊണ്ടുവരുമെന്നും പറഞ്ഞാണ്. മറ്റൊന്നും അവരുടെ ലക്ഷ്യങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അവരുടെ ലക്ഷ്യം ഇത് മാത്രമായിരുന്നു. കാര്യം, ഞങ്ങളുടെ രാജ്യത്തേക്ക് ഹമാസ് കടന്നു കയറി ഞങ്ങളുടെ പൗരന്മാരെ കൊന്നൊടുക്കിയപ്പോൾ അതിന് പ്രതിപകരമായിട്ട് ഞങ്ങളുടെ രാജ്യത്ത് നിന്നും പിടിച്ചുകൊണ്ടുപോയ സകല ബന്ദികളെയും തിരികെ കൊണ്ടുവരും, ഹമാസിനെ പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്യും. ഇതായിരുന്നു നെതന്യാഹു പറഞ്ഞത്. നിങ്ങൾക്ക് ഓർമ്മ കാണും. എന്നാൽ ഇപ്പോൾ ശ്രീ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്ന സമയത്തിന് തൊട്ട് മുമ്പായിട്ട് വളരെ തിടുക്കപ്പെട്ട് ഇസ്രായേൽ ഹമാസുമായിട്ട് ഒരു യുദ്ധനിർത്തൽ ഉടമ്പടി ഉണ്ടാക്കി. നിങ്ങൾ ആലോചിക്കണം, 1 വർഷമായിട്ട് ഇസ്രായേൽ ഗാസയിൽ കയറി മേഞ്ഞിട്ടും അവരൊടുവിൽ ഉടമ്പടി ഉണ്ടാക്കിയിരിക്കുന്നത് ആരുമായിട്ടാണ്? അവരില്ലാതാക്കുമെന്ന് പറഞ്ഞ ഹമാസുമായിട്ട്. അവരില്ലാതാക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത് കയറി 1 കൊല്ലത്തോളം അവിടെ ആക്രമണം നടത്തിയിട്ടും ഹമാസ് അവിടെ തന്നെ ഉണ്ട്. ഹമാസുമായിട്ടാണ് അവർ ഉടമ്പടി ഉണ്ടാക്കിയത്. അപ്പോഴും ഹമാസ് പിടിച്ചു വെച്ച ബന്ദികളും അവിടെയുണ്ട്. അപ്പോൾ ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഇത് രണ്ടുമല്ലായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. പിന്നെ എന്തായിരുന്നു അവരുടെ ലക്ഷ്യമെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അതിപ്പോൾ പച്ചയ്ക്ക് ശ്രീ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നു, ഗാസ അമേരിക്കയുടെ ഭാഗമാക്കി മാറ്റും, അമേരിക്ക ഗാസയെ പുനർനിർമ്മിക്കും, എന്നിട്ട് ഗാസയിൽ ജീവിക്കുന്ന പലസ്തീനികളെ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യും. ഇതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്ന ഈ കാര്യം നടക്കാൻ പോകുന്ന കാര്യമാണോ, അതോ അദ്ദേഹം വെറുതെ ഒരു ഉണ്ടയില്ല വെടി പൊട്ടിച്ചതാണോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന ഇസ്രായേലിൻ്റെ ഗാസയിലേക്കുള്ള കടന്നുകയറ്റത്തിൻ്റെ ലക്ഷ്യം ഹമാസിനെ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ ബന്ദികളെ കൊണ്ടുവരികയോ ഒന്നും ആയിരുന്നില്ല, മറിച്ച് ഗാസ കടലിടുക്കിലെ പ്രകൃതിവാതകവും എണ്ണയും സ്വന്തമാക്കുക എന്നത് മാത്രമായിരുന്നു. ഇവിടെ പണത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടിയുള്ള ഒരു കളിയാണ് ഈ യുദ്ധത്തിൻ്റെ മറവിൽ നടക്കുന്നത്. അതിന് ഹമാസിനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് അവർ ഇസ്രായേലിലേക്ക് കടന്നു കയറി അവിടുത്തെ പൗരന്മാരെ കൊലപ്പെടുത്തി കുറേ പേരെ പിടിച്ചുകൊണ്ടുപോയി. നിങ്ങൾ ആലോചിക്കണം, ലോക പ്രശസ്ത സ്പൈ ഏജൻസിയാണ് ഇസ്രായേലിൻ്റെ മൊസാദ്. ഇന്ത്യയിൽ പോലും ഒരു ഇല അനങ്ങിക്കഴിഞ്ഞാൽ അവരവിടെ അറിയുമെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് സാങ്കേതിക വിദ്യയുണ്ട്. അങ്ങനെയുള്ള മൊസാദ് അവരുടെ തൊട്ടടുത്ത് നിന്നും ഗാസയിൽ നിന്നും ഹമാസിൻ്റെ പോരാളികൾ അങ്ങോട്ട് കയറുന്നതോ അല്ലെങ്കിൽ കയറിയ ശേഷം ആക്രമണം നടത്തി അവരെ പിടിച്ചുകൊണ്ട് പോയതോ ഒന്നും അപ്പോൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പോലും വിശ്വസിക്കില്ല. മൊസാദിൻ്റെയും ഇസ്രായേലിൻ്റെയും പെർമിഷൻ ഇല്ലാതെ
അവരുടെ അനുമതിയില്ലാതെ ഹമാസിന് ഒരിക്കലും അങ്ങോട്ട് കയറാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇവരുടെ അനുമതിയോടെ തന്നെ കയറി ഇസ്രായേലിന് അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ ഒരു കാരണം കിട്ടി ഗാസയിലേക്ക് കയറാൻ. അവരുടെ ലക്ഷ്യം ഗാസയാണ്. ഗാസ പിടിച്ചെടുക്കുക, ഗാസയിലെ ജനങ്ങളെ അവിടെ നിന്നും ഓടിക്കുക, ഗാസയിലെ ജനങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കുക. ഇത് മാത്രമായിരുന്നു ഇസ്രായേലിൻ്റെ ലക്ഷ്യം. അതിനാണ് അവർ കെട്ടിടങ്ങളൊക്കെ ഇടിച്ചു നിരത്തിയത്. ഹമാസിനെ ഇല്ലാതാക്കാനോ ബന്ദികളെ പിടിച്ചുകൊണ്ടുവരാനോ ആണ് പോകുന്നതെങ്കിൽ എന്തിനാണ് സാധാരണക്കാർ ജീവിക്കുന്ന കെട്ടിടങ്ങൾ ബോംബിട്ട് തകർക്കുന്നത്? ഇപ്പോൾ ഗാസ എന്ന് പറയുന്നത് ഒരു കുപ്പക്കുന്നാണ്. എല്ലാം ഇടിഞ്ഞ് തകർന്ന് നാശമായി കിടക്കുകയാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടുത്തെ എണ്ണയും പ്രകൃതിവാദവുമായിരുന്നു. അതിനവർക്ക് ഒത്താശ ചെയ്ത് കൊടുത്തത് ഹമാസാണ്. ഇനി നമ്മൾ ട്രംപിൻ്റെ പ്രഖ്യാപനത്തിലേക്ക് വരുമ്പോൾ, ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് യുദ്ധം എങ്ങനെ നിർത്തണമെന്ന് ബൈഡൻ ഭരണകൂടം ആഗ്രഹിച്ചത്, അവർ എന്തിനു വേണ്ടിയാണോ ഈ യുദ്ധത്തിന് സകലവിധ ഫണ്ടുകളും കൊടുത്തത്, അതൊരു പക്ഷേ ട്രംപ് വന്നു കഴിയുമ്പോൾ തുടരുകയില്ല. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഇസ്രായേലിന് യുദ്ധം തുടർന്നുകൊണ്ട് പോകാൻ പറ്റില്ല. തന്നെയുമല്ല, അവർ ലക്ഷ്യമിട്ടിരുന്ന ഈ എണ്ണയും പ്രകൃതിവാദവും അവർക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഭയം പോലും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് യുദ്ധം നിർത്തൽ ചെയ്തത് തങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഒരു ക്രെഡിറ്റ് ട്രംപിന് പോകണ്ട. അതുപോലെ തന്നെ ഇസ്രായേലിനെ രക്ഷിക്കുക കൂടി ചെയ്യുകയാണ്. അതായത് തുടർന്ന് അമേരിക്കൻ സഹായം ട്രംപ് കൊടുക്കാതെ വരുമ്പോൾ ഇസ്രായേലിന് ഈ അക്രമം തുടർന്നുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ട്രംപുമായിട്ട് ഇസ്രായേലും അതുപോലെ തന്നെ ഇസ്രായേലിനെ മുൻനിർത്തിക്കൊണ്ട് പിന്നിലിരുന്ന് ചരട് വലിച്ച മാഫിയകളും ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. ട്രംപിനോട് അവർ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രംപ് ഇപ്പോൾ നോക്കുന്നത് ഏത് രീതിയിലാണെന്ന് വെച്ചാൽ, ഇതുവരെ അമേരിക്ക ഒരുപാട് പണം ഈ യുദ്ധത്തിന് വേണ്ടി മുടക്കിയിട്ടുണ്ട്. ട്രംപ് ഒരു കച്ചവടക്കാരനാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ മുടക്കിയ പണം തിരിച്ചു കിട്ടണം എന്നത് ട്രംപിന് നിർബന്ധമാണ്. ഇസ്രായേലിൻ്റെ പക്കൽ പണമൊന്നുമില്ല കൊടുക്കാൻ. ഇസ്രായേലിൻ്റെ സാമ്പത്തികതയൊക്കെ വളരെ മോശമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത് ഗാസയിൽ കടന്നു കയറി അവിടുത്തെ എണ്ണയും പ്രകൃതിവാദവും എടുത്ത് കച്ചവടം ചെയ്ത് പിന്നീട് വർഷങ്ങളോളം കോടിക്കണക്കിന് പണം ഉണ്ടാക്കാം എന്നുള്ള ഒരു താല്പര്യത്തിലാണ് അവർ പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ അത് നടക്കില്ല. അത് നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഘട്ടം ട്രംപിൻ്റെ പരിപാടി ആയപ്പോൾ ട്രംപുമായിട്ട് തന്നെ ചർച്ച നടത്തിയിട്ട് അതിനെങ്ങനെങ്കിലും ഒരു പോസിറ്റീവ് പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രംപ് അവരോട് അങ്ങോട്ട് വെച്ച ഒരു നിർദ്ദേശമാകണം, അങ്ങനെയാണെങ്കിൽ അമേരിക്ക ഗാസയെ ഏറ്റെടുക്കുക. നിങ്ങൾ ആലോചിക്കണം, ഗാസ ഇടിഞ്ഞു തകർന്ന് കിടക്കുകയാണ്. ഞങ്ങൾ മറ്റൊരു രാജ്യത്തിനും പണം കൊടുത്തിനി സഹായിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ ട്രംപ് ഞങ്ങൾ ഗാസയെ പുനർനിർമ്മിക്കാം എന്ന് പറയുമ്പോൾ അതിൻ്റെ ലക്ഷ്യം അങ്ങനെ ഒരു പുനർനിർമ്മാണം അവിടെ നടത്തുന്നതിലൂടെ ഗാസ സ്വന്തമാവുകയും അവിടുത്തെ എണ്ണയും പ്രകൃതിവാദവും തങ്ങൾക്കെടുത്ത് വിൽക്കാൻ സാധിക്കും എന്നുള്ള തിരിച്ചറിവ് ഉള്ളതുകൊണ്ടുമാണ് ട്രംപ് അത് പറഞ്ഞത്. ഒരിക്കലും ട്രംപ് അമേരിക്കയുടെ പണം എടുത്തിട്ട് ഗാസയിൽ പോയിട്ട് കെട്ടിടം പണിയുമോ? ഒരിക്കലും പണിയില്ല. പക്ഷേ ട്രംപ് ഈ പറഞ്ഞത് അത് അതേപടി നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ലെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. കാരണം ഒരിക്കലും ഗാസ അമേരിക്കയുടെ ഭാഗമാകാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം നമുക്കിവിടെ ഊഹിക്കാൻ പറ്റും, സ്വതന്ത്ര പലസ്തീൻ എന്ന് പറയുന്ന ഒരു സംഗതി ഇവർ ഒരു പക്ഷേ അനുവദിക്കാൻ പോകുന്നില്ല. അഥവാ അവർ അനുവദിച്ചാൽ പോലും ഗാസയെ അതിൻ്റെ ഭാഗമാക്കാനും പോകുന്നില്ല. ഇവർക്ക് ഗാസ സെപ്പറേറ്റ് ആയിട്ട് വേണം. കാരണം ഗാസയിലെ കടലെടുക്ക്, അവിടെയുള്ള എണ്ണയും പ്രകൃതിവാദവും ഇത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. അപ്പോൾ ഒരുപക്ഷെ ട്രംപ് മുമ്പോട്ട് വെക്കാൻ സാധ്യതയുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞത് ഈ ഗാസക്കാരെ മൊത്തം ഒഴിപ്പിക്കുക, അതുപോലെ തന്നെ ഗാസ അമേരിക്കയുടെ ഭാഗമാക്കുക എന്നുള്ളത് നടക്കാൻ പോകുന്ന കാര്യമില്ല. കാര്യം ലോകത്തുള്ള സകല രാജ്യങ്ങളും അതിനെതിരാണ്. ഗാസക്കാർ പറയും ഞങ്ങൾ ഇവിടെ നിന്ന് ഇവിടത്തോട്ട് പോവുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഗാസയിൽ ജീവിക്കുന്ന ആൾക്കാരെ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ലിറ്ററലി ഇമ്പോസിബിൾ ആണ്. കാര്യം ഏത് രാജ്യത്തെ കൊണ്ടുപോകാനാണ്? അമേരിക്കയിലെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അത് നടക്കാൻ പോകുന്നൊരു കാര്യമല്ല. പിന്നെ നടക്കാൻ സാധ്യതയുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയുടെ ചെയ്തി കണ്ടിട്ടുണ്ടെങ്കിൽ സമാനമായ ഒന്ന് ഗാസയിലും സംഭവിക്കാം. അഫ്ഗാനിസ്ഥാനിലേക്ക് അന്ന് കയറി അമേരിക്ക പറഞ്ഞത് ഞങ്ങൾ അഫ്ഗാനിസ്ഥാനിലെ താലിബാനെയും അതുപോലെ തന്നെ അൽഖയ്ദയും പോലെയുള്ള തീവ്രവാദ സംഘടനകളെ ഉന്മൂലനം ചെയ്യും എന്നാണ്. ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞ പോലെ ഹമാസിനെ ഉന്മൂലനം ചെയ്യും, എന്നിട്ട് ലാസ്റ്റ് അവരുമായിട്ടാണ് ഉടമ്പടി ഉണ്ടാക്കുന്നത്. ഇതേപോലെ തന്നെ അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ കയറിക്കൂടി 10-20 കൊല്ലം അവിടെ അവർ മേഞ്ഞ് നടന്ന ശേഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ താലിബാന് തന്നെ അധികാരം കൈമാറിയിട്ടാണ് പോയത്. യഥാർത്ഥത്തിൽ അമേരിക്ക എന്തിനാണ് അഫ്ഗാനിസ്ഥാനിൽ പോയത്? അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തീവ്രവാദി സംഘടനകളെ ഇല്ലായ്മ ചെയ്യലൊന്നുമല്ല. കാരണം തീവ്രവാദി സംഘടന ഉണ്ടാക്കുന്ന അവർ തന്നെയാണ്. അവരവിടെ പോയത് അഫ്ഗാനിസ്ഥാനിലെ സഹസ്ര കോടിക്കണക്കിന് വരുന്ന മിനറൽ ഡെപ്പോസിറ്റിൽ കണ്ണുവെച്ചാണ്. അത് അവിടെ നിന്നും എടുത്ത് ഖനനം ചെയ്ത് വിൽക്കാനുള്ള എഗ്രിമെൻറ്റുകളും മറ്റും ഉണ്ടാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിനെ അവിടെ ആക്കിയിട്ട് അമേരിക്ക പോയി. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ മിനറൽസ് സുഖമായിട്ട് അമേരിക്ക ഊറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, വിറ്റുകൊണ്ടിരിക്കുകയാണ്.
കോടിക്കണക്കിന് പണമാണ് അതിലൂടെ അവരുണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഗാസയിൽ സംഭവിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഹമാസാണ് ഗാസയ്ക്ക് വേണ്ടി നിലപാടെടുക്കുന്നവരെന്ന് നമ്മളൊക്കെ ചിന്തിക്കുന്നു. ഇതേ ഹമാസിനെ തന്നെ ചിലപ്പോൾ അമേരിക്ക ഗാസയുടെ ഭരണകൂടമായിട്ട് നിയമിക്കും. അതായത് അമേരിക്ക പറയും ഗാസ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് നിന്നോട്ടെ, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റായിട്ട് നിന്നോട്ടെ, അതിനെ പലസ്തീൻ്റെ ഭാഗമാക്കണ്ട, ഗാസ ഹമാസ് ഭരിച്ചോട്ടെ. എന്നിട്ട് അവിടെയുള്ള എണ്ണയും പ്രകൃതിവാതകവും അമേരിക്ക തന്നെ ഖനനം ചെയ്യുകയും അമേരിക്ക തന്നെ വിറ്റഴിക്കുകയും ചെയ്യുന്ന ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയും അതിൻ്റെ ഒരു ഷെയർ ഹമാസിലൂടെ ഗാസയിലെ ജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി മാത്രമാണ് ട്രംപിൻ്റെ ഈ പ്രഖ്യാപനത്തിലൂടെ ഞാൻ കാണുന്നത്. എന്ത് തന്നെയാലും ശരി, അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ട്രംപ് ഈ പറഞ്ഞതുപോലെ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് ഇതേപോലെയുള്ള ഒരു നീക്കം മാത്രമായിരിക്കും. പിന്നെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഇസ്രായേലും ഹമാസും തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ അതിന് മതപരമായ ഒരു പരിവേഷം കൊടുത്ത് നമ്മുടെ നാട്ടിലും മതപരമായിട്ടുള്ള സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള കൃമികീടങ്ങളെ ഇനിയെങ്കിലും നിങ്ങൾ സൂക്ഷിക്കണം. ഈ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന എല്ലാ യുദ്ധങ്ങളുടെയും പിന്നിലുള്ളത് പണവും അധികാരവുമാണ്, ചില മാഫിയകളുടെ താല്പര്യങ്ങളാണ്. നമ്മൾ കരുതുന്നത് പോലെ അവിടെ മതത്തിനൊന്നും യാതൊരു റോളുമില്ല. താങ്ക് യു.